വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ പല ജനകീയ ബജറ്റുകളും അവതരിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ ഏറ്റുവാങ്ങിയ തോൽവി ഇനി ഒരു തവണ കൂടി ആവർത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ LDF മെനയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഇടത് നിരീക്ഷകനും പാനലിസ്റ്റും അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള M ജയചന്ദ്രനാണ്. നമസ്കാരം സർ. നമസ്കാരം, പറയൂ സർ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പുതിയ നീക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയതെന്നല്ല, നേരത്തെ തന്നെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ജനുവരി 3-ാം വാരത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ബജറ്റ് അവതരണത്തിനിടയ്ക്ക് ജനകീയമായ പല പുതിയ പദ്ധതികളും ആവിഷ്കരിക്കാൻ പ്ലാൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പലതും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ക്ഷേമ പെൻഷൻ 2500 മുതൽ 3000 വരെ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ, അതോ അടുത്ത തവണ തങ്ങൾക്ക് തുടർഭരണം ലഭിച്ചില്ലെങ്കിൽ വരുന്ന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിയിടാനുള്ള നീക്കമാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാര്യം, മാധ്യമങ്ങളെല്ലാം പൊതുവിൽ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ ബജറ്റായിട്ടാണ് വരാൻ പോകുന്നത്. പുതിയ ബജറ്റ് ജനുവരി 29-നാണല്ലോ അവതരിപ്പിക്കുന്നത്. വരുന്ന വ്യാഴാഴ്ച അവതരിപ്പിക്കുകയാണത്. അപ്പോ അത് ഫ്രീബീസിനാവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നുള്ള നിലയിലാണ് മാധ്യമങ്ങൾ ഇതിനകം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ ചോദ്യം അങ്ങേറ്റം പ്രാധാന്യമുള്ളത് തന്നെയാണ്. ബാലഗോപാൽ കഴിഞ്ഞ 4 പ്രാവശ്യം അവതരിപ്പിച്ച ബജറ്റും ഇപ്പൊ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിനും ഒരു പൊതു സ്വഭാവമുള്ളത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അതൊരു ബേസിക്സ് ആയി കണ്ടുകൊണ്ട് പ്ലസ് വെൽഫെയർ മെഷേഴ്സ്, ഇതായിരുന്നു അടിസ്ഥാന നയം തന്നെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും വെൽഫെയർ സ്കീംസിനും ഊന്നൽ കൊടുക്കുന്ന ബജറ്റുകളാണ് എല്ലാ വർഷവും പിണറായി സർക്കാർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ കാലത്ത് പുതിയതായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ പദ്ധതിയായിട്ട് കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെയും പ്രശ്നമാണ് എന്ന് പ്രാഥമികമായി പറയാൻ കഴിയും. രണ്ടാമത്തെ പ്രശ്നം, ഈ താങ്കൾ തന്നെ ചോദിച്ചത് പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. പെൻഷൻ 2500 രൂപയാക്കും എന്ന് 2021 പ്രകടന പത്രികയിൽ തന്നെ LDF സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റയടിക്കാക്കുമെന്നല്ല, ക്രമാനുഗതമായി ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും. ഈ സർക്കാർ വരാൻ പോകുന്ന LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ പ്രഖ്യാപനം കേരളത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തിന് നേരെ നിരവധി പ്രാവശ്യങ്ങൾ ഉണ്ടായതിന്റെ ഒടുവിലാണല്ലോ 2025 ഫെബ്രുവരി 8-ന് ജന്തർ മന്ദറിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി MLA മാരും ഒക്കെ അടങ്ങുന്ന സമരം നടത്തിയതും പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് പോയത്. കേസ് സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. സംസ്ഥാനം ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഫെഡറൽ തത്വങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ നിർവഹണം നടത്തേണ്ടത്. അത് ലംഘിച്ചുകൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് പോകുന്നത്. ഇതായിരുന്നു സർക്കാരിന്റെ വാദം. പക്ഷേ സർക്കാരിന്റെ ബജറ്റിൽ ഇത്തരം വാദങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴും എല്ലാ വർഷവും ഗവർണർ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഞങ്ങളുടെ നയം എന്താണെന്ന് മുൻ വർഷങ്ങളിലും ഈ വർഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഗവർണർ ആളുകളൊക്കെ കുറച്ച് ഭാഗങ്ങൾ വിട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി തന്നെ സഭയിൽ കൂട്ടിച്ചേർത്ത് വായിച്ചുവല്ലോ. അപ്പോ അതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് തങ്ങളുടെ നയം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഫ്രീബീസ് എന്നുള്ള നിലയിലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ജനങ്ങളുടെ അവകാശമാണത്, അവരുടെ റൈറ്റ് ആണത്. ആ റൈറ്റ് നിശ്ചയിക്കുന്നത് സ്വാഭാവികമായും അതത് സമയത്ത് അധികാരത്തിലുള്ള സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാർ ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ വർധന കഴിഞ്ഞ ഈ പ്രകടന പത്രികയുടെ കാലത്ത് മാനിഫെസ്റ്റോ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ 2500 രൂപ തന്നെ ആ 2500 രൂപയിൽ ഇപ്പൊ എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. പ്ലസ് അടുത്ത തവണത്തെ പ്രകടന പത്രിക ഇറക്കുമ്പോൾ വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴല്ല പറയുക, ബജറ്റിലുമല്ല പറയുക. അത് ബജറ്റിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അടുത്ത മാനിഫെസ്റ്റോയിലാണ് അത് പറയുക. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോ 2500 രൂപയിലേക്ക് ഇത് എത്തുമോ എന്ന് ചോദിച്ചാൽ എത്താനാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഉറപ്പ്. സർക്കാർ തയ്യാറാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഉറപ്പ്. പക്ഷെ അപ്പോൾ പോലും കേന്ദ്രത്തിന് നൽകാനുള്ള
നികുതി വിഹിതം അടക്കമുള്ളതിൽ നമുക്ക് വരുത്തിയിട്ടുള്ള കുറവുകൾ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കോടതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും ആവശ്യമായ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുമാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ വെൽഫെയർ സ്കീംസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ഉറപ്പായും 21 അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കാം. അതെ. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖജനാവിൽ പണമില്ല. സംസ്ഥാന സർക്കാർ യഥാർത്ഥത്തിൽ നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കടങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട പണം ലഭിക്കുന്നില്ല. കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുകയാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പോൾ ഈ 2000 രൂപ തന്നെ 1600 ആയപ്പോൾ തന്നെ വലിയ രീതിയിൽ കുടിശ്ശികകൾ ഇട്ടിട്ടായിരുന്നു ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പെൻഷൻ കിട്ടാതെ പലരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 2000 ആക്കി ഇനി 2500ലേക്കും 3000ലേക്കും ആകുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ 1-2 മാസം ചിലപ്പോൾ നൽകാൻ സാധിക്കും. അതിനുശേഷം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഒരു പദ്ധതി വാഗ്ദാനം ചെയ്യുന്നതിലല്ല, അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് പ്ലാനിലല്ലേ യഥാർത്ഥത്തിൽ കാര്യമുള്ളത്. അങ്ങനെയല്ല, നമ്മൾ നിർവഹണത്തിനെ കാണേണ്ടത് ആധുനിക ജനാധിപത്യത്തിൽ ഭരണനിർവഹണത്തിനെ എല്ലാവരും സമീപിക്കുന്നതും പിന്നെ വിശകലനം ചെയ്യുന്നതും ഗുഡ് ഗവേണൻസ് ഓർ ബാഡ് ഗവേണൻസ് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ പഴയ കാലത്തെ ഒരു രീതി വെച്ചാണ് പിന്നെ ചില സൈക്കോളജിസ്റ്റുകൾ എന്ന് സ്വയം പ്രഖ്യാപിതമായി വന്നിട്ട് ആന്റി ഇൻകംബൻസി ഫാക്ടറുകളൊക്കെ പറയുന്നത്. പിന്നെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും അങ്ങനെയല്ല ഇപ്പോ ഈ ഗവൺമെന്റുകളുടെ പിന്നെ പെർഫോമൻസിനെ വിശകലനം ചെയ്യുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഗുഡ് ഗവേണൻസ് ബാഡ് ഗവേണൻസ് എന്നുള്ള മാനദണ്ഡത്തിലാണ്. അതാണ് മാനകം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പിന്നെ നോക്കൂ ഹർഷ, പിന്നെ ഇത് നമ്മൾ 1956 നവംബർ 1 കേരളം ഒരു സംസ്ഥാനം എന്നുള്ളത് രൂപീകൃതമാവുന്നത്. സോറി, അന്ന് നമ്മളുടെ സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്ക സംസ്ഥാനം എന്നുള്ള നിലയിലായിരുന്നു കേരളം അടയാളപ്പെടുത്തിയിരുന്നത്. അന്ന് എല്ലാ രംഗത്തും നമ്മൾ പിന്നോക്കം നിൽക്കുന്ന അസാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 70കളുടെ പകുതിയോടുകൂടി 80കളുടെ തുടക്കത്തോടു കൂടിയും നമ്മൾ കൃത്യമായ ഒരു നിലയിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് തന്നെ നേടി പല രംഗങ്ങളിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായ കാര്യങ്ങളെല്ലാം. ഞാൻ ഒരു കണക്ക് പറയാം, പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കണക്കെന്ന് പറയുന്നത്, 1972 നമ്മളുടെ ഗൾഫ് റെമിറ്റൻസ്, പ്രവാസികൾ ഗൾഫിൽ പോയി ജോലി ചെയ്ത് നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചയക്കുന്ന തുക എന്ന് പറയുന്നത് പിന്നെ 8,65,00,000 8.65 കോടിയാണ്. 8,65,00,000 രൂപയാണ് 1970 ഗൾഫ് റെമിറ്റൻസ്. ഈ ഗൾഫ് റെമിറ്റൻസ് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട കണക്കുകൾ 2023 മാർച്ച് 31 പുറത്തിറങ്ങിയ കണക്കാണ്. അതിൽ പറയുന്നത് 1,10,000 കോടി രൂപയാണ് കേരളത്തിലുള്ള ഗൾഫ് റെമിറ്റൻസ്. ഓർക്കണം, നമ്മൾ 8,65,00,000 നിന്ന് എത്തിയത് പിന്നെ 1,10,000 കോടിയിലേക്കാണ്. കേരളം വളരുകയാണോ തുടരുകയാണോ ചെയ്യുന്നത്? ഈ ഗൾഫ് റെമിറ്റൻസ് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതുകൊണ്ടല്ലേ കേരളം വളരുന്നത് എന്ന അടുത്ത ചോദ്യം താങ്കളല്ല മറ്റു പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, കേരളം വളരുന്നത് കോംപ്രഹെൻസീവാണ്, സമഗ്രമായിട്ടാണ് വളർച്ച അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും വളർച്ച ദൃശ്യമാകുന്നത്. മറ്റു ചില മാനദണ്ഡങ്ങൾ എടുത്താൽ, നമ്മളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ എടുത്താൽ ലോക നിലവാരത്തിൽ തന്നെ കിടപിടിക്കാൻ പോകുന്ന തരത്തിലുള്ള നിലവാരത്തിലേക്ക് നമ്മൾ എത്തുന്നതും ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ്, ജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടല്ല. ഈ പിന്നെ പാർട്ടി വിദ്യാഭ്യാസം നയിക്കുന്നത് CPIM ആണല്ലോ. CPIM എന്ന പാർട്ടി സൃഷ്ടിച്ചത് ജനങ്ങളാണല്ലോ. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്ന ഗവൺമെന്റ്. അതായത് ജനങ്ങളെ പട്ടിണിക്കിട്ട് അവരുടെ ജീവിതാവസ്ഥ ബുദ്ധിമുട്ടിച്ചിട്ട് അല്ല ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. നാനാതരം പ്രതിരോധങ്ങൾ കേന്ദ്രവും സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിവിടെ അതിനെയൊക്കെ മറികടക്കുന്നത് നമ്മളുടെ ഒരു പുതിയ കമ്പോണന്റ് കൊണ്ടുവന്നതാണ്. ഇതാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ ആ കിഫ്ബി വന്നപ്പോഴേക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലാക്കി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെന്തൊരു മര്യാദയാണ്? അത് മര്യാദകേടല്ലെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് മര്യാദകേടല്ല. കിഫ്ബി ചെയ്യുന്നതാണ് മര്യാദകേടെന്ന് പറയുന്നത് BJP മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം കൂടെയാണ്. അപ്പൊ ഇത് 140 MLA-മാരുടെ മണ്ഡലങ്ങളിലും അതിൽ പിന്നെ 42 പേരല്ലേ ഉള്ളൂ പ്രതിപക്ഷത്ത്, ബാക്കിയുള്ളവര് ഭരണപക്ഷത്തുണ്ടല്ലോ. അല്ലെങ്കിൽ തിരിച്ചും 98 പേര് ഭരണപക്ഷത്തും
ബാക്കിയുള്ളവർ പിന്നെ പ്രതിപക്ഷത്തുണ്ടല്ലോ. എല്ലാ എം എൽ എമാരുടെ മണ്ഡലങ്ങളിലും ഈ വികസനം എത്തുകയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷ എം എൽ എമാർക്ക് വികസനം വേണ്ട, ഭരണകക്ഷി എം എൽ എമാർക്ക് വികസനം മതി എന്നൊരു വിവേചനം എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്റെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും എം എൽ എ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും എം എൽ എക്ക് പറയാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? വികസനം കൃത്യമായി എല്ലാ പിന്നെ മണ്ഡലങ്ങളിലും എത്തുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രദേശത്തും ഓരോ വാർഡുകളിലും വികസനം ദൃശ്യമാണ്. പല പല രംഗത്താവാം അത്, പക്ഷെ ഏതെങ്കിലും ഒരു വികസനം എല്ലാ വാർഡുകളിലും ദൃശ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വെറുതെ കടം വാങ്ങിച്ച് കൂട്ടുന്നു എന്നുള്ള കുപ്രചാരണമുണ്ട്. അതിനോടൊരു കാര്യം പറയാനുണ്ട്. കാരണം ഒരു ഗവൺമെന്റിനും അങ്ങനെ വെറുതെ ആരും കടം കൊടുക്കില്ല. ഇത് കടം കൊടുക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ ബേസിക് നോംസ് ഉണ്ടെന്നേ. ആ ബേസിക് നോംസ് പാലിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആ ബേസിക് നോംസ് അകത്തു നിന്നുകൊണ്ട് മാത്രമേ കടമെടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ഗവർണറും RBI പിന്നെ അവരുടെ ബോർഡും അനുവദിക്കൂ. അങ്ങനെ അനുവദിച്ചാൽ മാത്രമേ കടമെടുക്കാൻ ഏത് സംസ്ഥാനത്തിനും കഴിയൂ. അതല്ലാതെ RBIയുടെ അനുവാദത്തിന് പുറത്തു തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു പിന്നെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്, യൂണിയൻ ഗവൺമെന്റാണ്. അവരത് ചെയ്യുന്നുണ്ട്, വേറെ കാര്യം. പക്ഷേ നമുക്ക് ഈ പറയുന്ന 3% നമ്മുടെ കടമെടുപ്പ് പരിധി നിർത്തിയിരിക്കുന്നത്. അതിന്റെ അകത്തു നിന്നാണ് നമ്മൾ കടമെടുക്കുന്നത്. അങ്ങനെ കടമെടുക്കുകയും തിരിച്ചടയ്ക്കുകയും വീണ്ടും കടമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ കടമേ അല്ല, എടുക്കാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ലല്ലോ. അതെ, ശരിയാണ്. പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ 1.25 ലക്ഷം കോടിയായിരുന്നു കടമുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് 4 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ, അതിൽ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും ഒരു ഫാക്ടർ തന്നെയല്ലേ? കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ 4 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തി വലിയ വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ എത്രയോ കോടി രൂപയാണ് അതിനുവേണ്ടി മുടക്കുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. നിശ്ചയമായും ബോധത്തോടെ ഉത്തരവാദിത്തോടെ സംസാരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. പിന്നെ ബോധപൂർവം നുണ പറയുന്ന പ്രതിപക്ഷ അടക്കമുള്ളവരുണ്ട്. അവരുടെ കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയാം. CNDG എന്ന സാധനം എന്തിനാണ് വെച്ചിരിക്കുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണല്ലോ ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ പേര് തന്നെ. അവരാണല്ലോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അഴിച്ചിട്ട് പരിശോധിക്കുന്നത്. നമുക്ക് ലോക്കൽ സെസ് ഗവൺമെന്റ് ഓഡിറ്റും ലോക്കൽ ഫണ്ട് ഓഡിറ്റും ഒക്കെ ഉണ്ട്. എങ്കിലും ഇത് പ്രധാനമാണ്. അപ്പൊ നമ്മൾ ധൂർത്തടിക്കുകയാണോ എന്നുള്ളത് അവരാണ് നിശ്ചയിക്കേണ്ടത്. ഇവിടെ കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ തെക്കേയറ്റ സംസ്ഥാനത്ത് ധൂർത്തടിക്കലാണ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കടമെടുക്കാനുള്ള അവകാശം കൊടുക്കാൻ പാടില്ല. ഇനി ഇത്രയും ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ, 4 ലക്ഷം രൂപയുടെ കടം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.25 ലക്ഷം കോടിയിൽ നിന്ന് ഇപ്പോഴത്തെ 4 ലക്ഷം രൂപയിലേക്ക് എടുത്തിരിക്കുന്നത് ധൂർത്തടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊരു വരി എഴുതി വെച്ചാൽ 10 പൈസ പിന്നെ കിട്ടാൻ റിസർവ് ബാങ്ക് അനുവദിക്കില്ല, സമ്മതിക്കുകയുമില്ല. അങ്ങനെയല്ലല്ലോ കേരളം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലും പോയത്. അങ്ങനെയല്ലല്ലോ എന്നേ. കേരളം കൃത്യമായി കടമെടുക്കുകയും കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് CNDGയും RBIയും ഒക്കെയുള്ള സ്ഥാപനങ്ങൾ വീണ്ടും കടമെടുക്കാൻ അനുവദിക്കുകയും ഗവൺമെന്റ് കടമെടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അന്യായമായി ഒരുപാട് സപ്രഷൻസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ, അടിച്ചമർത്തലുകൾ വരുമ്പോൾ കേരളത്തിൽ ഇപ്പൊ തന്നെ ഇത് അവസാന പാദമാണ് സാമ്പത്തിക വർഷത്തിന്റെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 പാദങ്ങളാണ് ഉള്ളത്. അതിൽ അവസാന പാദമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ അവസാന 3 പാദത്തിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 12,000 കോടി രൂപയാണ് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം. അതിൽ നിന്ന് ഒറ്റയടിക്ക് 6,000 കോടി നിഷേധിക്കുകയാണ്, തരണ്ടാൻ തീരുമാനിക്കുകയാണ്. ആരാണ് തീരുമാനിക്കുന്നത്? യൂണിയൻ ഗവൺമെന്റ്. അത് RBIയോ CNDGയോ അല്ലല്ലോ തീരുമാനിക്കുന്നത്, യൂണിയൻ ഗവൺമെന്റ് അങ്ങ് തീരുമാനിക്കുകയാണ്. അതിനെന്താണ് ന്യായം പറയുന്നത്? പ്രത്യേകിച്ച് ന്യായമൊന്നും വേണ്ട, ജനറലി ഒരു ന്യായം അങ്ങ് പറഞ്ഞാൽ മതി. കിഫ്ബിയുടെ കടമെടുപ്പിന് അനുവദിച്ചിട്ടുണ്ടല്ലോ സാർ, അത് CNDG അനുവദിച്ചിട്ടുണ്ടല്ലോ, RBI അനുവദിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ഇവിടെ കേൾക്കണ്ട, അത് പറ്റില്ല. ഈ ഇത്തരത്തിലുള്ള തൊഴിന്യായങ്ങൾ, മുട്ടാപ്പോക്കുകൾ, തട്ടിപ്പുകൾ കേരളത്തിനെ എങ്ങനെ പിടിച്ച് ശ്വാസം പൊട്ടിക്കാം. എന്നിട്ടാണ് മറുവശത്ത് കേരളം ഇനി വികസനത്തിന്റെ ട്രാജക്ടറിയിലേക്ക് വരികയാണ് എന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? വികസനത്തിലേക്ക് കുതിക്കണമെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചോ? പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷെ അപ്പൊ പ്രശ്നം തീർത്തും പൊളിറ്റിക്കലാണെന്നുള്ള അവിടെ തന്നെ തെളിയുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിനെ പോസിറ്റീവായിട്ട് അഡ്രസ് ചെയ്യാതെ അതിന് നെഗറ്റീവ് അഡ്രസ് ചെയ്യുന്നവരാണ് BJPയും UDF, കോൺഗ്രസ് നടത്തുന്ന UDFും പരസ്പരം മത്സരിക്കുന്നത്. കേരളത്തിലെ പരസ്യമായി
പിന്നെ വീഴ്ത്താൻ, ഇടിച്ചു താഴ്ത്താൻ. അതാണ് ഈ രണ്ട് കക്ഷികൾ മത്സരിക്കുക എന്നുള്ളതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കാനല്ല അദ്ദേഹം ധനമന്ത്രി തയ്യാറാവുക. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബജറ്റ് ആയിരിക്കും 21-ാം തീയതി അവതരിപ്പിക്കുന്നതാണ് തർക്കമില്ല. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറയുന്ന ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് കൊണ്ട് അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാൻ ഈ പറയുന്ന LDF സർക്കാരിന് സാധ്യമാണോ യഥാർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ സാധ്യതയെക്കുറിച്ച് താങ്കൾ സ്ട്രൈറ്റ് ആയിട്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ചാൻസ് 50-50 എന്ന് ഞാൻ ഇപ്പൊ പറയും. 50-50 ആണ്. 50 ചാൻസ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് 50% ചാൻസ് തിരിച്ചു വരാനുള്ള സാധ്യതയും 50% ചാൻസ് തിരിച്ചു വരാതിരിക്കാനുള്ള സാധ്യതയും. അത് ഞാൻ കാണുന്നത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഗുഡ് ഗവേണൻസ് ഓർ ബാഡ് ഗവേണൻസ് എന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് ജനങ്ങളാണല്ലോ. നമ്മൾ പണ്ട് ആംഗ്രി യങ് വോട്ടേഴ്സിനെ കുറിച്ച് പണ്ട് കാലത്ത് പറയുമായിരുന്നു. പല ചർച്ചകളിലും അനാലിസിസിലും ഒക്കെ പറയുന്നത് അങ്ങനെയായിരുന്നു, ആംഗ്രി യങ് വോട്ടേഴ്സ്. അത് കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. കേരളത്തിലെ വോട്ടർമാരിലെ മെച്യൂർഡ് വോട്ടേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ആ മെച്യൂർഡ് വോട്ടർമാരുടെ മെച്യൂരിറ്റി അത് പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന കേരളത്തിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രശ്നം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നത് തെറ്റില്ല എന്നുള്ള കാഴ്ചപ്പാട് മറുവശത്തും. അപ്പൊ ആ സാധ്യതകൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50-50 ആണ് ചാൻസ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇനിയിപ്പോൾ വരുന്ന 29-ാം തീയതിയാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇനി കൂടുതൽ എന്തൊക്കെയുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ എന്നുള്ളത് നമുക്ക് ആ സമയത്താണ് അറിയാൻ കഴിയുള്ളൂ. ഇത് മാത്രമോ, ഈ ക്ഷേമ പെൻഷൻ മാത്രമോ അല്ലെങ്കിൽ DA മാത്രമോ ഒന്നും അല്ല ഇതിനകത്ത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാത്രമായിരിക്കില്ല ഒരുപക്ഷെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത്. എന്തായാലും ഈ വിവരങ്ങൾ ഇനി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.